ഹേ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സബ്ജക്റ്റ് വൈസ് സ്ട്രാറ്റജീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ക്ലാസ് 10th നിങ്ങൾ വരുമ്പോൾ ഓരോ സബ്ജക്റ്റും ഡീൽ ചെയ്യേണ്ട വേസ് ഞാൻ പറഞ്ഞുതരാം. അത്ര നമ്മൾ കേൾക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു മാറ്റം തന്നെ 10th കൊണ്ടുവരാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇംഗ്ലീഷ് വെച്ചിട്ട് തന്നെ. ഇംഗ്ലീഷ് ഭയങ്കര ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. 10th വരുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂളിൽ നിങ്ങൾക്ക് മാർക്ക് ചിലപ്പോൾ കുറയുന്ന ചില ഏരിയാസ് ഉണ്ടല്ലോ. എനിക്ക് കുറഞ്ഞുകൊണ്ടിരുന്നത് ലിറ്ററേച്ചർ പാർട്ടിലാണ്. ഗ്രാമറിൽ എനിക്കറിയാൻ പാടില്ല എന്തുകൊണ്ടാണ്. ഗ്രാമറിൽ എനിക്ക് എപ്പോഴും നല്ല മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ലിറ്ററേച്ചർ പോർഷനിലാണ് എനിക്ക് മാർക്ക് കുറയുന്നത്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറോ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് പോകാറുണ്ട്. മറ്റേ പ്രോസ് എക്സ്ട്രാക്റ്റ് ഒക്കെ ഇല്ലേ, പോയമീന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരത്തില്ലേ. അപ്പോൾ ഇത് ചില സമയത്ത് എനിക്ക് ഡൗട്ട് അടിക്കാറുണ്ട്, ഇത് ഏത് പോയത്തിലാണ് ഈ വരുന്ന ക്വസ്റ്റ്യൻസ് എന്നൊക്കെ. അപ്പോൾ അത് ഡൗട്ട് അടിക്കാറുണ്ട്. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം പോയംസിൻ്റെ ഒക്കെ വേണമെങ്കിൽ ലെക്ചർ കണ്ടോ. അല്ലാണ്ട് നമുക്ക് വരുന്ന കാര്യങ്ങളുടെ ഒന്നും ലെക്ചർ കാണേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് ആ പോയമിൻ്റെ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുള്ള പോർഷൻസിൻ്റെ ഒക്കെ ലെക്ചർ കാണുക, ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കാണാപ്പാഠം പഠിക്കാൻ ഒരിക്കലും നിൽക്കരുത് ഇംഗ്ലീഷിന്. കാരണം ഇംഗ്ലീഷിന് കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടാവും, പോയമും അങ്ങനെയൊക്കെ ഇട്ട് കുറേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മനസ്സിലാക്കി പഠിക്കാം. പിന്നെ ഗ്രാമർ, ഇപ്പം നിങ്ങൾക്ക് ഗ്രാമറിനാ പ്രശ്നമെങ്കിൽ അതിന് പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് ഗ്രാമറിന് ഇതുവരെയും പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം ഗ്രാമറിനാണ് എനിക്ക് ഏറ്റവും മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നേരത്തെ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും എനിക്ക് ഗ്രാമറിനാണ് എപ്പോഴും മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ആണെങ്കിലും പ്രശ്നം ഗ്രാമറിലാണ്. ഗ്രാമർ 8 മാർക്കിനോ അങ്ങനെ എങ്ങാണ്ടാണ് വരുന്നത്. ഗ്രാമറിനാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. പക്ഷേ എനിക്കിതുവരെ ഗ്രാമറിന് അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ ഫോക്കസ് ചെയ്ത് അതിൽ കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യുക. ഗ്രാമറിനാണ് പ്രശ്നമെങ്കിൽ ഗ്രാമർ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പോയമിനൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ പോയം വായിച്ചു നോക്കുക. വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വായിച്ച ഒരു കാര്യമില്ല. നേരെ ലെക്ചർ കേൾക്കുക. ലെക്ചർ കേട്ടിട്ട് അത് മനസ്സിലാക്കിയതിന് ശേഷം ഒന്നുകൂടെ വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. ഓക്കെ, ഇംഗ്ലീഷ് അത്രേ ഉള്ളൂ. പിന്നെ ഉള്ളത് എ ഐ ആണോ, നിങ്ങൾക്ക് ഏതാണ് വരുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എ ഐക്ക് ഞാൻ എന്തായിരുന്നു വെച്ചാൽ, ഞാൻ ചെയ്ത തിമ്മറ കുറേ മണ്ടത്തരം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മര്യാദക്ക് അതിനൊരു ടൈം കൊടുത്തില്ല, പഠിക്കാനൊന്നും ടൈം കൊടുത്തില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ ഇപ്പം നിങ്ങളുടെ നോർമൽ എക്സാംസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വലിയ കാര്യമായിട്ട് നോക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. കാരണം നോർമൽ സ്കൂൾ എക്സാം അല്ലേ. പക്ഷേ ബോർഡ് എക്സാം ഒക്കെ വരുമ്പോഴേക്കും കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എ ഐനെ കണക്കാക്കണം. കാരണം അതിൻ്റെ മാർക്കും കൂടെ നമ്മുടെ പെർസെൻറ്റേജിലേക്ക് ആഡ് ആവുന്നതാണ്. ഞങ്ങൾക്ക് ബെസ്റ്റ് ഓഫ് 5 ആണ്. ബെസ്റ്റ് ഓഫ് 5 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് നമുക്ക് ഒരു സബ്ജക്റ്റിന്, എനിക്ക് 6 സബ്ജക്റ്റാണ് ഉള്ളത്. ഇംഗ്ലീഷ്, മാത്സ്, സാൻസ്ക്രിറ്റ്, AI, സോഷ്യൽ സയൻസ്, സയൻസ്, അങ്ങനെ 6 സബ്ജക്റ്റാണുള്ളത്. ഇപ്പോൾ എനിക്ക് 5 സബ്ജക്റ്റിൻ്റെ മാർക്ക് മാത്രം കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ 11th ഞങ്ങൾ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് കുറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, 5 സബ്ജക്റ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ AI മാർക്ക് കൂടെ കുറഞ്ഞത് കൊണ്ടാണ് എനിക്ക് പ്രശ്നം വന്നത്. എനിക്ക് 50 30 എത്രയാണ് എനിക്ക് AIക്ക് വന്നത്. അപ്പോൾ കുറച്ചും കൂടെ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് അതിനെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിക്കാമായിരുന്നു. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചും കൂടെ കാര്യമായിട്ട് AIനെ നോക്കണം. AIയിൽ മനസ്സിലാവാത്ത പോർഷൻസിന് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ കാണാം. പക്ഷേ കാണേണ്ട ആവശ്യം കൂടുതലായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. AI വലിയ കാര്യമായിട്ട് പഠിക്കാനുമില്ല. സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് പോർഷനൊക്കെ നമുക്ക് ജനറൽ നോളേജ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളല്ലേ, ജനറൽ നോളേജ് ബേസ്ഡ് ആയിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തത്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് വലിയൊരു ഇത് കൊടുത്താണെങ്കിൽ തന്നെ സ്റ്റാർട്ടിങ്ങിലെ സംഭവങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ വരുന്ന മറ്റേ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വരുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മറ്റേ റീകോൾ, പ്രസിഷൻ, F1 സ്കോർ, അതൊക്കെ ഒന്നും കൂടെ നമ്മൾ പഠിച്ചാൽ കിട്ടും. പഠിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ. വലിയ ഡിഫിക്കൽട്ടൊന്നും അല്ല. പ്രാക്ടീസ് ചെയ്യണം. പക്ഷെ അധികം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോർമുലയൊക്കെ ഓർമ്മ വയ്ക്കും. പിന്നെ മാത്സിൻ്റെ കാര്യം. മാത്സിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മറ്റേ നെക്സ്റ്റ് ടോപ്പേഴ്സിന് നിങ്ങൾ നേരത്തെ തൊട്ടേ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. 9th നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അവർ കുറേ മാരത്തോൺസ് ഇടുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ടൈമിൽ ഇട്ട മാരത്തോൺ നിങ്ങളിപ്പോൾ ഇരുന്ന് കാണുക. ഞങ്ങളുടെ ടൈമിലൊക്കെ അവർ കുറേ മാരത്തോൺ ഇട്ടിട്ടുണ്ട്. അത് സ്റ്റാർട്ടിങ് തൊട്ടേ കാണുക. ആ ടൈമിൽ ഇട്ട മാരത്തോൺ ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എവിടെ നിന്നിട്ടാണ് കാണേണ്ടതെന്ന്. ഓരോ ചാപ്റ്ററും പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, അത് തൊട്ട് കാണുക. ഓരോ ചാപ്റ്ററും എടുത്തിട്ട് അതിൻ്റെ ലെങ്തി മാരത്തോൺ ആയിരിക്കും, അല്ലെ നല്ല ലെങ്ത് ഉള്ളതാണ്. പക്ഷെ അറിയില്ല, നിങ്ങളത് കാണുക. അത് കാണുമ്പോഴേക്കും അത് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, കുറേ. അപ്പോൾ അത് നിങ്ങൾ ടൈം എടുത്തായിട്ടായാലും ആ മറ്റേ കുറേ ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ ഉണ്ട്.
അത് നിങ്ങൾ എന്താ അത്യാവശ്യം പെട്ടെന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണുക. കാരണം ഇപ്പോൾ സ്കൂളൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ സ്കൂളിനെക്കാട്ടും ഫ്രണ്ടിൽ നിൽക്കണം നിങ്ങളുടെ മാരത്തോൺ. ആ രീതിയിൽ നോക്കിയിട്ട് ആ ചാപ്റ്റർ വൈസ് ഉള്ളത് മൊത്തം 14 കംപ്ലീറ്റ് ചെയ്യുക. 14 ചാപ്റ്റർ ഉള്ളത്, എനിവേ ഏതായാലും 14 തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ 14. എനിക്ക് മാത്സ് വരെ എൻ്റെ 10 എല്ലാ ബുക്കും ഞാൻ കൊണ്ട് കൊടുത്തു. എനിക്ക് എൻ്റെ കയ്യിൽ 10ൻ്റെ ഒന്നുമില്ല ഇപ്പം എൻ്റെ കയ്യിൽ. അപ്പം അത് ഫസ്റ്റ് തീർക്കുക. അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നെയുള്ള മാരത്തോൺസ് ആണ്. അത് നിങ്ങൾ പതുക്കെ കണ്ടാൽ മതി. നിങ്ങൾ ടൈം എടുത്തിട്ട് മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യുക. കാരണം ആ ഒരു മാരത്തോൺ കണ്ട് തീർക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കിട്ടും. കുറേ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ലപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ ഉണ്ട്. അത് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് സ്കൂളിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, NCERT പഠിക്കുക. പിന്നെ നിങ്ങൾ റെഫറൻസ് ബുക്കുകൾ എന്തായാലും നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും. വാങ്ങിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ആ മാരത്തോണിൽ തന്ന ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്താലും മതി. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ മാത്രം റെഫറൻസ് ബുക്ക് വാങ്ങിക്കുക. ടൈം ഉണ്ടെങ്കിൽ എന്തായാലും റെഫറൻസ് ബുക്കൊക്കെ വാങ്ങിച്ചോ, കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അതിന് ശേഷം എന്താ, ലെക്ചേഴ്സ് കണ്ട് തീർക്കുമ്പോൾ തന്നെ നിങ്ങൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും. പിന്നെ സ്കൂളിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ടീച്ചർ പഠിപ്പിക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കുക. അതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ നേരത്തെ ചെയ്യാത്തൊരു കാര്യം കൂടെയാണത്. ക്ലാസ് പഠിപ്പിക്കുന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ നിങ്ങളുടെ അത്യാവശ്യമുള്ള എല്ലാം മനസ്സിലാവും. ഞാൻ ചെയ്തില്ല അത്. നിങ്ങൾ സ്കൂളിൽ എന്താണോ പഠിപ്പിക്കുന്നത് അത് മര്യാദയ്ക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം സെറ്റാവും. പിന്നെ ഡൗട്ടുള്ളത് അപ്പം ചോദിക്കുക. ക്ലാസ്സിനുള്ളിൽ നിന്ന് സംസാരിക്കാൻ നിൽക്കരുത്. ഞാൻ ചെയ്ത മിസ്റ്റേക്സ് ആണ് ഇതൊക്കെ. പിന്നെ നിങ്ങളുടെ സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല എന്നാണെങ്കിലും അവർ തരുന്ന നോട്ട് എഴുതിയെടുക്കുക. അല്ലാണ്ട് അവർ നോട്ട് ബാലൻസ് വെക്കുകയാണെങ്കിൽ പണിയാവും. വീട്ടിൽ പോയിട്ട് പഠിക്കുകയും ചെയ്യേണ്ടി വരും. കാരണം ടീച്ചർ പഠിച്ചിട്ട് മനസ്സിലാവുന്നില്ല. സോ അപ്പോൾ വീട്ടിൽ പോയിട്ട് പഠിക്കണം, പ്ലസ് നോട്ട് എഴുതേണ്ടി വരും. അപ്പം നിങ്ങൾ നോട്ട് എന്താണോ തരുന്നത് അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. സ്കൂളിൽ നിന്ന് തരുന്ന വർക്ക് എന്താണോ അത് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. സ്കൂളിൽ വെറുതെ ഇരിക്കുന്ന വെറുതെ സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതിരുന്ന് കംപ്ലീറ്റ് ചെയ്യുക. കാരണം സ്കൂളിൽ ഇരുന്നിട്ട് അത്രയും ഭാഗത്തിനിടയിൽ പഠിക്കൽ എന്ന് പറയുന്ന സംഭവം വളരെ പാടാണ്. നടക്കാനൊക്കെ അത്രയും കോൺസെൻട്രേഷനൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പറ്റും. എനിക്ക് സ്കൂളിൽ എല്ലാവരും സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കോൺസെൻട്രേഷൻ എന്തായാലും പോകും. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നോട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതിരുന്ന് എഴുതിയെടുക്കുക. ഫ്രണ്ട്സിൻ്റെ കൂട്ടിൽ നിന്ന് നോട്ട് ചെയ്ത പരിപാടിയാണെങ്കിൽ അവർ നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എല്ലാവരുടെയും നോട്ട് സംസാരിച്ചുകൊണ്ട് തന്നെ എഴുതിയത് തീരും. അല്ലാണ്ട് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ നോട്ട് എഴുതുകയാണെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ആ വെറുതെ ചെയ്യുന്ന സമയത്തൊക്കെ നോട്ട് എഴുതി തീർക്കുക. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്ത് തീർക്കുക. ഒരു പണി ഇല്ലാണ്ടിരിക്കുകയാണെങ്കിൽ മാത്രം സംസാരിക്കാനൊക്കെ പോവുക. ഓക്കെ. പിന്നുള്ള കാര്യം എന്താ, നിങ്ങൾ സ്കൂളിൽ ഇപ്പം എല്ലാ 75% അറ്റൻഡൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ മിക്ക ദിവസങ്ങളും സ്കൂളിൽ പോകണമെന്ന് ഞാൻ പറയില്ല. സാറ്റർഡേയ്സ് ആണ് ഞങ്ങളുടെ സ്കൂളിൽ അത്യാവശ്യം ലൈറ്റ് ആയിട്ടൊരു ഡേ. സാറ്റർഡേയിൽ ഞങ്ങൾക്ക് 2 പീരീഡ് CCA എന്ന് പറഞ്ഞ പീരീഡാണ്. അത് ടീച്ചറായിരിക്കും എടുക്കുന്നത്, ക്ലാസ് ടീച്ചറായിരിക്കും ഉണ്ടാവുന്ന. ആ സമയത്ത് നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും ആക്ടിവിറ്റി വല്ലതും ഉണ്ടെങ്കിൽ അത് തരും ആ പീരീഡിൽ. essay റൈറ്റിംഗ് കോമ്പറ്റീഷൻ വല്ലതും ആയിരിക്കും. അപ്പോൾ ആ 2 പീരീഡും പിന്നെ ഉള്ള 3ാമത്തെ പീരീഡ് ക്ലാസ് ടീച്ചറിൻ്റെ തന്നെയായിരിക്കും. അപ്പം 3 പീരീഡ് ഒരു ചാപ്റ്റർ ഒരു സബ്ജക്റ്റ് തന്നെയാണ് പഠിക്കുന്നത്. പിന്നെ ആ ടീച്ചർ ആ ദിവസം വരില്ലെന്ന് അറിയുകയാണെങ്കിൽ എല്ലാവരും എന്തായാലും ലീവ് എടുക്കും. കാരണം ആ ദിവസം വേറെ ഒരു പരിപാടി ഇല്ല. പിന്നെ ആ ദിവസം എനിക്ക് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടൊരു ദിവസം എന്ന് പറയാൻ കാരണം മേജർ പീരീഡുകളൊന്നും ആ ദിവസം ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡേ ഞങ്ങൾക്ക് മാത്സ് ക്ലാസ് ഇല്ല. എനിക്കിത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഫ്രൈഡേ ഞങ്ങൾക്ക് മാത്സിൻ്റെ ക്ലാസ് ഇല്ല. ആ ദിവസം മിക്കവരും ലീവ് എടുക്കാറുണ്ട്. പിന്നെ മിക്കവരും ലീവ് എടുക്കുന്നതുകൊണ്ട് തന്നെ അന്ന് വല്ലാതൊന്നും പഠിപ്പിക്കത്തുമില്ല. കാരണം ഇത്രയും പേർക്കും പോർഷൻ മിസ്സാവുകയാണ്. കാരണം മാത്രമല്ല ഇനി വരാൻ പോകുന്ന ക്ലാസ്സിലെ ടീച്ചർമാർ ആ ഒരു പോർഷൻ ഒന്നും കൂടി എടുത്തു തരും നന്നായിട്ട്. കാരണം ഇത്രയും പിള്ളേരുണ്ടായില്ല. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ലീവ് എടുക്കുകയാണെങ്കിൽ മിക്ക പിള്ളേർ ഒരുമിച്ച് ലീവ് എടുക്കുകയുള്ളൂ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഓൾറെഡി പിള്ളേർ കുറവാണ്. 37 അത്രയും പിള്ളേരെ കണ്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു 10-12 പിള്ളേർ തന്നെ ഒരു ദിവസം ഉണ്ടാവില്ല. അത്രയും പിള്ളേർ കുറഞ്ഞു പോകുമ്പോൾ തന്നെ ടീച്ചർമാർക്ക് പഠിപ്പിച്ച സാധനം ഒന്നും കൂടെ വീണ്ടും പഠിപ്പിക്കേണ്ടി വരും. ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ മിക്ക പിള്ളേർ ലീവ് എടുക്കും. കാരണം വീണ്ടും ആ ടീച്ചർ പഠിപ്പിച്ചു തരും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ ലീവ് എടുക്കും. പിന്നെ ലീവ് എടുക്കുകയും ചെയ്യണം. എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സത്യം പറയാം, എല്ലാ ദിവസവും സ്കൂളിൽ പോയിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ള ഒരാളാണെങ്കിൽ എല്ലാ ദിവസവും സ്കൂളിൽ പോവുകയും വേണ്ട. വീട്ടിൽ ഇരുന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റും. വീട്ടിൽ നിന്ന് തന്നെ ഇതെല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും 75% അറ്റൻഡൻസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട്. എല്ലാ ദിവസവും എടുക്കണ്ട, ബട്ട് ആഴ്ചയിൽ ഒരു മാസത്തിൽ ഒരു 2-3 ദിവസം ലീവ് എടുത്തെന്ന് പറഞ്ഞു ഒരു കുഴപ്പമുണ്ടാവില്ല.
പിന്നെ സയൻസിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സയൻസിനും മാത്സിനെ പോലൊക്കെ തന്നെയാണ് ആ മാരത്തോൺ അറ്റൻഡ് ചെയ്യുക. മാരത്തോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടും, പെട്ടെന്ന് തന്നെ സംഭവം സെറ്റാവും. കാരണം മാരത്തോണിൽ അത്രത്തോളം ഡീപ്പായിട്ടാണ് ആ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് മാത്സും സയൻസൊക്കെ നമുക്ക് അതുപോലെ ചെയ്ത് തീർക്കാം. പക്ഷെ മാത്സിന് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. സയൻസ് അതുപോലെ ചെയ്യേണ്ട ആ ഒരു ആവശ്യമില്ല. സയൻസ് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വീക്ക്ലി ഒരു പ്രാവശ്യം വല്ലതും റിവൈസ് ചെയ്യും കൂടെ ചെയ്യുകയാണെങ്കിൽ സയൻസ് സെറ്റാണ്. അത്രേ ഉള്ളൂ, സയൻസ് അത്രേ ഉള്ളൂ. പക്ഷെ മാത്സ് അങ്ങനെയല്ല, മാത്സ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് മാത്സിൽ സംഭവം സെറ്റാവും. പിന്നെ ഉള്ളതാണ് സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. സോഷ്യൽ സയൻസിൽ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾക്ക് ഒത്തിരി ബാക്ക്ലോഗ്സ് വരും. ടീച്ചറൊക്കെ സ്കൂളിൽ പെട്ടെന്ന് ചാപ്റ്റേഴ്സ് ഒക്കെ തീർക്കും. എപ്പോഴാണ് നിങ്ങളുടെ പ്രീ ബോർഡ് വരുന്നത്, എപ്പോഴാണ് നിങ്ങളുടെ മന്ത്ലി എക്സാം വരുന്നതെന്നൊന്നും നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവില്ല. പെട്ടെന്നാണ് സംഭവം തീരാൻ പോകുന്നത്. നിങ്ങൾ വിചാരിക്കും ഇത്രയും ചാപ്റ്റേഴ്സ് എങ്ങനെ തീർക്കും എന്നുള്ള സംഭവം പ്രഷർ വന്നിട്ട് നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല. അത്ര അടിപൊളി പ്രശ്നമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം തന്നെ അത് മാക്സിമം തീർക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞുതരാം. പൊളിറ്റിക്സ് ഇൻട്രസ്റ്റിംഗ് ആണ്. പൊളിറ്റിക്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് പൊളിറ്റിക്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പൊളിറ്റിക്സും ഹിസ്റ്ററിയും ഞാൻ ഒരുമിച്ചെടുത്താണ് പഠിക്കുന്നത്. ഹിസ്റ്ററി എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഹിസ്റ്ററി ഞാൻ കാണാപ്പാടമാണ് പഠിച്ചുകൊണ്ട് പോയത്. ഇപ്പോഴും വരെ എനിക്ക് കാണാപ്പാടമാണ് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഇത്രയല്ലേ ഉള്ളത്. ഇത്ര എണ്ണത്തിലും കൂടെ ഒരു ചാപ്റ്റർ ഇതിൽ തന്നെ 4 ചാപ്റ്റർ വീതം ഉണ്ട്. അപ്പോൾ തന്നെ ഒത്തിരി ഉണ്ട് പഠിക്കാനായിട്ട്, ഇഷ്ടം പോലെ ഉണ്ട്. സംഭവം ഈസി ആണെങ്കിൽ പഠിക്കാൻ ഒത്തിരി ഉണ്ട്. എക്കണോമിക്സ് ഒക്കെ ഞാനൊരു ദിവസം കൊണ്ടാണ് തീർത്തേ. എക്കണോമിക്സ് ഭയങ്കര എളുപ്പമാണ്. എക്കണോമിക്സ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒട്ടും പാടല്ല. എക്കണോമിക്സ് ആണ് ഏറ്റവും ഈസി അതിനകത്ത്. എക്കണോമിക്സ് നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ വേണമെങ്കിൽ ഇപ്പൊ തീർക്കാൻ നോക്കുകയാണെങ്കിൽ എക്കണോമിക്സ് ടെക്സ്റ്റ് നിങ്ങൾ ഇപ്പൊ തന്നെ തീരും. ഈ ദിവസം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. അത്ര എളുപ്പമാണ് എക്കണോമിക്സ്. പിന്നെ വരുന്ന ജോഗ്രഫി ആണെങ്കിൽ ജോഗ്രഫി എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇപ്പോഴും എനിക്ക് ഇഷ്ടമാകുന്ന സബ്ജക്ട് ജോഗ്രഫിയാണ്. മാത്സിനെക്കാളും കൂടുതൽ എനിക്ക് ഹേറ്റ് എന്തുകൊണ്ടോ ജോഗ്രഫിയോടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ജോഗ്രഫിയിൽ പഠിക്കുന്ന സംഭവത്തിനോട് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലെന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. വെറുത്തുപോയ സബ്ജക്റ്റാണ് ജോഗ്രഫി. പിന്നെ അതുകൊണ്ട് തന്നെ അത് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ എനിക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് എടുക്കും. പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഹിസ്റ്ററിയുടെ സെക്കൻഡ് ചാപ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇന്ത്യനെ പറ്റി പഠിപ്പിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം. എന്തായാലും അതുപോലെ തന്നെ പൊളിറ്റിക്സ് ഭയങ്കര ഈസി ആട്ടോ. പൊളിറ്റിക്സിൽ എനിക്ക് നല്ല മാർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പൊളിറ്റിക്സ്, എക്കണോമിക്സ്, പിന്നെ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററിനും എനിക്ക് നല്ല മാർക്ക് ഉണ്ട്. വെച്ചിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ജോഗ്രഫിയിലെ ഫസ്റ്റ് ആൻഡ് തേർഡ് ചാപ്റ്റർ എനിക്കറിയാമായിരുന്നു. ബാക്കി ചാപ്റ്റേഴ്സ് പിന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. പഠിച്ചുകൊണ്ട് കുറച്ച് 2-3 സാമ്പിൾ പേപ്പറോ ടെസ്റ്റോ നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എല്ലാ ചാപ്റ്ററും പഠിക്കേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോഴും അറിയാം ചാപ്റ്റർ ഉണ്ട്. പ്രിന്റ് കൾച്ചർ ഉണ്ട്. പ്രിന്റ് കൾച്ചർ എന്താ, മോഡേൺ വേൾഡ്, പിന്നെ ഗ്ലോബലൈസേഷൻ എനിക്ക് അറിയാൻ പാടില്ല. സീരിയസ്ലി എനിക്ക് ആ ചാപ്റ്റർ അറിയാൻ പാടില്ല. എനിക്ക് ബോർഡ് എക്സാമിന് 88 ആണ് കിട്ടിയത്. 100ൽ 88. അതും എൻ്റെ MCQs ആണ് പോയത്. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്നും എൻ്റെ പോയിട്ടില്ല. കാരണം എനിക്കറിയായിരുന്നു എനിക്കറിയാവുന്നത് ഞാൻ എഴുതി. ആണ് എനിക്ക് മാർക്ക് കിട്ടി. ഞാൻ നിങ്ങളോട് പറയത്തില്ല പഠിക്കാണ്ട് പോകുന്നൊന്നും. പക്ഷേ എല്ലാ ചാപ്റ്റേഴ്സിനും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഇമ്പോർട്ടൻസ് ഉള്ള ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി വിടാൻ ഞാൻ പറയില്ല. ആ ചാപ്റ്ററിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടാവണം. എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇത്രയും മതി. എല്ലാ ചാപ്റ്റേഴ്സിനും ഒരേ ഇത് കൊടുക്കരുത്. ഇപ്പം നിങ്ങൾ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതുപോലെ ഒന്നും എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ നിൽക്കരുത്. ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചിട്ട് 1 മണിക്കൂർ വെച്ചിട്ട് ഇപ്പോൾ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ തീർക്കുകയാണെങ്കിൽ എക്കണോമിക്സിന് നിങ്ങൾക്ക് ഒരു 3 ചാപ്റ്റർ ആ 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റും. അത്രയും ഡിഫറൻസ് ഉണ്ട്. കാരണം എക്കണോമിക്സ് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഭയങ്കര ഈസിയാണ് പഠിക്കുമ്പോൾ. നിങ്ങൾ എക്കണോമിക്സ് ആണെങ്കിൽ നോട്ട് ഉണ്ടാക്കിയാൽ ഒരു കുഴപ്പമില്ല. കാരണം റിവൈസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആ നോട്ട് ഒന്ന് വായിച്ചു പോയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കിത് കിട്ടിയെന്ന് മനസ്സിലാവും. അല്ലാണ്ട് എക്കണോമിക്സ് നിങ്ങൾ പഠിക്കാണ്ടിരിക്കുമ്പോൾ ലെക്ചർ കാണാൻ നിൽക്കരുത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ലെക്ചർ കാണേണ്ടത് എക്കണോമിക്സിനാണ്. എക്കണോമിക്സ് ലെക്ചർ കാണുക, നോട്ട് ഉണ്ടാക്കുക, തീർന്നു. വേണമെങ്കിൽ പൊളിറ്റിക്സിന് ഇപ്പോൾ ഉണ്ടാക്കിക്കും, ജോഗ്രഫിക്ക് ഹിസ്റ്ററിക്ക് ഉണ്ടാക്കാൻ നിൽക്കരുത്. ഹിസ്റ്ററി നിങ്ങൾ ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക. പൊളിറ്റിക്സ് വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് തന്നെ നോക്കി പഠിക്കുക. ജോഗ്രഫിക്ക് ചില ചാപ്റ്റേഴ്സിനൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ. കാരണം നിങ്ങൾക്ക് അവസാന നിമിഷം ഭയങ്കര ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സിന് വേണമെങ്കിൽ നോട്ട് ഉണ്ടാക്കിക്കോ. അവസാനം ആകുമ്പോഴേക്കും ഈ ഈസി ചാപ്റ്റേഴ്സിനെ ജസ്റ്റ് നോട്ട് വായിച്ചു പോയാൽ തന്നെ നമുക്ക് സംഭവം കളക്ട് ആവും. അത്രയും മതി. അത്രയും തന്നെ മതി. പിന്നെ ഒരു ആവശ്യമില്ലാണ്ട് എല്ലാ ചാപ്റ്റേഴ്സിനും ലെക്ചർ കാണാൻ നിൽക്കരുത്.
അത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരത്തായിരിക്കും. ലെങ്തി ലെക്ചേഴ്സൊക്കെ എക്സാമിന് തലേ ദിവസമൊക്കെ ഇരുന്ന് കാണുന്നതിൽ ഒരു കാര്യം ഉണ്ടാവില്ല. ആ ലെക്ചർ കണ്ടെന്നും പറഞ്ഞു ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഹിസ്റ്ററിയുടെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചു നോക്കുക. അപ്പോൾ കിട്ടും കുറേ. ഞാൻ പറയാം, ശുഭം പാഠക് മാഡം ഉണ്ട്, പുള്ളിക്കാരിയുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ എടുക്കുക. ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും സിവിക്സിനും എക്കണോമിക്സിനും ഒക്കെ ഡിഫറെൻറ്റ് ഉണ്ട്. ഹിസ്റ്ററിയുടെ മാത്രം എടുത്താൽ മതി. ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ നിങ്ങൾ ഏതിൻ്റെയാണോ ലെക്ചർ കാണാൻ പോകുന്നില്ല അല്ലെങ്കിൽ നോട്ട് ഉണ്ടാക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളത്, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നുന്നത് എക്കണോമിക്സ് എന്തായാലും ഉണ്ടാക്കണം. ബാക്കി നിങ്ങൾക്ക് മൂന്നിലും ഈസി ആയിട്ട് ഒരെണ്ണത്തിനും കൂടെ ഉണ്ടാക്കണം. ബാക്കി രണ്ടെണ്ണത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം എഴുതിയെടുക്കുക. ഇപ്പം തന്നെ എഴുതിയെടുക്കുക. എന്നിട്ട് അത് റിവൈസ് ചെയ്താൽ മതി. ഞാൻ പറയും, ഇത് ഗ്യാരണ്ടീഡ് ടിപ്പാണ്. എൻ്റെ മാർക്ക് പോയത് MCQനാണ്. അത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ നോക്കിയായിരുന്നു. എൻ്റെ എത്ര 5 or 6 മാർക്ക് MCQന് പോയി. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ബാക്കി മാർക്ക് പോയിട്ടുണ്ട്. അന്ന് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എനിക്ക് മാർക്ക് പോയിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ കേസ് സ്റ്റഡിയൊക്കെ അടിപൊളിയാണ്. നിങ്ങൾ കേസ് സ്റ്റഡിക്കൊന്നും വലിയായിട്ട് എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. അതിനകത്ത് തന്നെ ഉണ്ട് എന്താ ഉള്ളതെന്ന് വെച്ചാൽ. കേസ് സ്റ്റഡിയൊക്കെ അടിപൊളിയാണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ അതിനെക്കാട്ട് അടിപൊളിയാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് എനിക്ക് ഏറ്റവും പാട് വന്നത്. കാരണം എനിക്കറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓവർ ക്വസ്റ്റ്യൻസ് വരുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എല്ലാത്തിനും ഓറുണ്ട്. ലൈക്ക് ഇതല്ലെങ്കിൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വലിയ കുഴപ്പമില്ല. അത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഭയങ്കര ഈസിയാണ്. പക്ഷേ 2 മാർക്കിൻ്റെയൊക്കെയാണ് പ്രശ്നം വന്നത്. ചില സെറ്റിലൊക്കെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു. ഇത് സെറ്റിനാന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇതൊക്കെ ഏതടേ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഏതാണ് അങ്ങനത്തെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് 2 മാർക്കിന്. അതൊക്കെ വെച്ച് ചോദിച്ചു നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ സയൻസ് ഇത്രേ ഉള്ളൂ. എനിക്കിതൊക്കെ ഫസ്റ്റിലേ അറിയാമായിരുന്നെങ്കിൽ സോഷ്യൽ സയൻസ് എനിക്ക് ഇതിനെക്കാട്ടും മാർക്ക് സ്കോർ ചെയ്യാറ്. അത്രയ്ക്ക് ഈസിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന്. അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പുതിയ മൈക്ക് വാങ്ങിച്ചു. അതിൻ്റെയാണ് ഈ ഇഷ്യൂ. ഇവിടെ കുത്തിയിടാവുന്നതായിരുന്നു, പക്ഷെ കുത്തിയിടുമ്പോൾ ഭയങ്കര തളർന്നു പോകുന്നു പറഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ അങ്ങനത്തെയാണ്. ഭയങ്കര താഴത്തേക്ക് ഇങ്ങനെ ഇതായിട്ട് പോകും. അത് മെഡിക്ക് കുത്തി നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.